ഹായ് ഓൾ, വെൽക്കം ടു ISM. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോറൽ റീഫ്സിനെ പറ്റിയാണ്. നമുക്കറിയാം, ആമസോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അതേപോലെ തന്നെ സമുദ്രത്തിലും ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ കോറൽ റീഫ്സ് എന്ന് പറയുന്നു. സോ നമുക്ക് കോറൽ റീഫ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോറൽസ് എന്നാണ്. സോ കോറൽസ് എന്ന് പറയുന്നത് ഒരു മറൈൻ ആനിമൽ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ഓഷ്യനിലാണ് കാണുന്നത്. സോ ഇതൊരു മറൈൻ ആനിമൽ ആണ്. അത് ഫൈലം നിഡേറിയയിൽ വരുന്ന ഒരു മറൈൻ ആനിമൽ ആണ് ഈ കോറൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇൻവെർട്ടിബ്രേറ്റ് ആണ്. അതായത് അതൊരു സ്ഥലത്തു നിന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു ആനിമൽ ആണ് ഈ കോറൽസ് എന്ന് പറയുന്നത്. കോറൽസ് നമ്മൾ പൊതുവെ കാണുന്നത് ഗ്രൂപ്പായിട്ടാണ്. സോ അതിലെ ഗ്രൂപ്പുകളിലെ ഓരോ ഇൻഡിവിജ്വൽ കോറലിനെ നമ്മൾ പോളിപ്പ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കോറൽസിനെ ഇങ്ങനെ സ്ട്രക്ചർഡ് ലെയറിലാണ് കാണുന്നത്. സോ ഓരോ സ്ട്രക്ചറിനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ ഇതിനെ നമ്മൾ പോളിപ്പ് എന്ന് പറയുന്നു. സോ ഇങ്ങനെ പല പോളിപ്പുകൾ ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ കോറൽ കോളനി എന്ന് പറയുന്നത്. അതായത് കുറച്ചധികം തൗസൻഡ്സ് ഓഫ് പോളിപ്പുകൾ ഒരുമിച്ച് ഈ ഒരു കോറൽ സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട് നിൽക്കുന്നു. ഇതിനെ നമ്മൾ കോറൽ കോളനി എന്നാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോളിപ്പുകൾ ഒരു സെക്രീഷൻ ഉണ്ടാക്കും. അത് കാൽഷ്യം കാർബണേറ്റ്. ഈ ഒരു സെക്രീഷൻ ആണ് കാൽഷ്യം കാർബണേറ്റ്. നമ്മൾ എപ്പോഴും കോറൽസിനെ പറ്റി കേട്ടിട്ടുള്ളത് കോറൽസ് ഒരു സിംബിയോട്ടിക് അല്ലെങ്കിൽ മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ഒരു ഓർഗാനിസമാണ്. നമ്മൾ എപ്പോഴും മ്യൂച്വലിസത്തിന്റെ അല്ലെങ്കിൽ സിംബിയോട്ടിക് റിലേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കോറൽസിനെയാണ്. സോ നമുക്ക് ഇനി എന്താണ് ഈ ഒരു കോറൽസിന്റെ മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഓർഗാനിസംസ് എന്ന് നോക്കാം. സോ അതിന്റെ മെയിൻ ഒന്നാണ് സൂസാന്തലെ. ഈ സൂസാന്തലെ എന്ന് പറയുന്നത് കോറൽസിന്റെ ടിഷ്യൂവിൽ അകത്ത് ജീവിക്കുന്ന മൈക്രോ ആൽഗയാണ് ഈ സൂസാന്തലെ. ഇതിന്റെ അകത്ത് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിംബിയോട്ടിക് പാർട്ണർഷിപ്പ് ആണ്. സോ ഈ പാർട്ണർഷിപ്പിന്റെ അകത്ത് സൂസാന്തലെ കോറൽസിന് വേണ്ട, അതായത് ഈ പോളിപ്പിന് വേണ്ട ഫുഡ് കൊടുക്കുന്നു. കോറൽസ് അവർക്ക് വേണ്ട ഷെൽട്ടർ കൊടുക്കുന്നു. ഇതാണ് ഇതിന്റെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സിംബോളിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് കോറൽസ് എപ്പോഴും ഒരു വൈബ്രന്റ് കളേഴ്സിലാണ് കാണുന്നത്. സോ ഈ വൈബ്രന്റ് കളേഴ്സ് കോറൽസിന് കൊടുക്കുമ്പോൾ ഇതിന് വേണ്ട ഫുഡ് ആൻഡ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് സൂസാന്തലയാണ്. സോ ഇതൊരു സിംബിയോട്ടിക് റിലേഷൻഷിപ്പിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കോറൽസ് എന്ന് പറയുന്നത്. പിന്നെ കോറൽസ് എപ്പോഴും ഹാർഡ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നമ്മൾ മിക്ക പിക്ചേഴ്സ് കാണുമ്പോഴും ഒരു ഹാർഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു കോറൽസിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സോഫ്റ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു കോറൽസും ഈ വേൾഡിൽ ലീവ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് കോറൽ റീഫ്സിനെ പറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഒരു കോറൽ കോളനി ഉണ്ടാവുന്നത്. സോ സിമിലർ വേ ഈ കോറൽ കോളനിയാണ് ഗ്രാജുവലി ഒരു കോറൽ റീഫായിട്ട് മാറ്റുന്നത്. ആദ്യം ഒരു ഹാർഡ് സർഫസിൽ ഒരു പോളിപ്പ് വരുന്നു. ഈ പോളിപ്പ് അറ്റാച്ച് ആയിട്ട് അടുത്തൊരു പോളിപ്പ് വരുന്നു. അതായത് ഈ പോളിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, പോളിപ്പ് കാൽഷ്യം കാർബണേറ്റ് സെക്രീറ്റ് ചെയ്യും. അതൊരു എക്സോസ്കെൽട്ടൻ ആയിട്ടൊന്നും മാറും. ആ സ്കെൽട്ടനിലോട്ട് അടുത്ത പോളിപ്പ് വരുന്നു. ഇങ്ങനെ ഒരു മൾട്ടി ലെയർ ഓഫ് കോറൽ കോളനി വന്ന് അവിടെ താമസിക്കുന്നു. അവസാനം ഈ കോറൽസ് ഡെഡ് ആവുമ്പോൾ അത് താഴെ ഒരു സ്ട്രോങ് സർഫസായി മാറി ഒരു കോറൽ റീഫ് ഫോം ചെയ്യുവാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു കോറൽസിന്റെ മേളിലാണ് എപ്പോഴും അടുത്ത കോറൽ കോളനി വരുന്നത്. താഴത്തെ ഡെഡ് ആവുമ്പോൾ തന്നെ അടുത്തത് മേളിപ്പോവും. അങ്ങനെ ഒരു കോറൽ റീഫ് സ്ട്രക്ചർ ഉണ്ടാവുകയാണ് ഇതിന്റെ മേജർ ആയിട്ട് ഒരു കോറൽ റീഫ് ഫോം ചെയ്യുന്നതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ഒരു ഇനിഷ്യൽ സർഫസിൽ നിന്ന് തന്നെ ബഡ് ചെയ്ത് വരുന്ന ഒരു മേജർ കോറൽ സ്ട്രക്ചർ ആണ് ഈ കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ഗ്രോത്ത് കണ്ടീഷൻസ് ആണ് കോറൽ റീഫ്സ് ഫോം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അതിന്റെ മേജർ കണ്ടീഷൻസ് പറയുന്നത് ടെമ്പറേച്ചർ, ഡെപ്ത്, ലൈറ്റ്, സാലിനിറ്റി. അതായത് അതോടൊപ്പം തന്നെ ഏത് ടൈപ്പ് ഓഫ് വാട്ടർ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമുക്ക് കോറൽസിനെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ഫാക്ടർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വാം വാട്ടർ സർഫസിലാണ് കൂടുതലായിട്ട് നമുക്ക് കോറൽസിനെ കാണാൻ പറ്റുന്നത്. അതായത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ടു 21 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു വാം വാട്ടർ സർഫസിലാണ് കോറൽസിനെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഡെപ്ത്. അധികം ഡീപ് സീയിൽ കോറൽസിനെ കാണാൻ പറ്റാറില്ല. അറൌണ്ട് ഒരു 50 മീറ്റർ ഡെപ്ത് വരെ മാത്രമേ കോറൽസ് ഫോം നടക്കത്തുള്ളൂ. കാരണം അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ, അതായത് സൺലൈറ്റ് പെനിട്രേഷൻ ഉള്ള ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് കോറൽ ഫോർമേഷൻ കാണത്തുള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു സൂസാന്തലെ ഫുഡ് ആൻഡ് എനർജി കൊടുക്കാൻ അതിന് ഫോട്ടോസിന്തസിസ് നടക്കണം. സോ ഈ ഒരു പ്രക്രിയ നടക്കണമെങ്കിൽ അഡിക്വേറ്റ് സൺലൈറ്റ് വേണം. സോ അറൌണ്ട് ഒരു 50 മീറ്റർ വരെ മാത്രമേ നമുക്ക് കോറൽസിനെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്തൊരു മെയിൻ ഫാക്ടർ ആണ് സലിനിറ്റി. സലിനിറ്റി എന്ന് പറയുമ്പോൾ എക്സ്ട്രീം സലൈൻ ആയ ഒരു വാട്ടറിന്റെ അകത്ത് നമുക്ക് ഒരിക്കലും കോറൽസിനെ കാണാൻ പറ്റില്ല. അറൌണ്ട് ഒരു 27% to 40% സലൈൻ ആയിട്ടുള്ള ഒരു വാട്ടർ മാത്രമേ നമുക്ക് കോറൽസിനെ കാണാൻ പറ്റത്തുള്ളൂ. ഒപ്പം തന്നെ വാട്ടർ എപ്പോഴും ക്ലിയർ ആൻഡ് സെഡിമെന്റ് ഫ്രീ ആയിരിക്കണം. അതായത് ഒരു പൊല്യൂട്ടഡ് സർഫസിൽ നമുക്ക് ഒരിക്കലും കോറൽസിനെ കാണാൻ പറ്റത്തില്ല. സോ കോറൽസ് എന്ന് പറയുന്നത് ഒരു എക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അതായത് കോറൽസ് നശിക്കുവാണെങ്കിൽ ആ ഒരു വാട്ടർ അല്ലെങ്കിൽ അതൊരു
പൊല്യൂട്ടഡ് ആണെന്ന് കാണിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് കോറൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഏരിയസ് ഫോം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോറൽസിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ തന്നെ നമ്മളിപ്പോൾ ടെമ്പറേറ്റ് റീജിയനിൽ പോകുമ്പോൾ ഈ സൺലൈറ്റ് നമുക്ക് അത്ര കിട്ടത്തില്ലെന്നറിയാം. പക്ഷെ അവിടെയും നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് പകരം അവിടുത്തെ സ്മോൾ വെർട്ടിബ്രേറ്റ് ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് അവിടെ കോറൽസിനെ നമ്മൾ കാണാറുണ്ട്. സോ ഇത് ഒരു ഐഡിയൽ കണ്ടീഷൻസ് ആണ്. കോറൽ ട്രീസ് ഫോം ചെയ്യാനായിട്ട് ഒരു ഐഡിയൽ കണ്ടീഷൻസ് ആണ്. ഇതിന്റെ ടെമ്പറേച്ചർ അറൌണ്ട് വാം വാട്ടർ ആയിരിക്കണം, 20 ഡിഗ്രി ടു 21 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം, മാക്സിമം 50 മീറ്റർ വരെ ഡെപ്ത് കാണാൻ പാടുള്ളൂ. പിന്നെ അഡ്വക്കേറ്റ് സൺലൈറ്റ് വേണം. സാലിനിറ്റി ഒരു 27 to 40% ആയിരിക്കണം. ക്ലിയർ വാട്ടർ ആയിരിക്കണം. ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് അതൊരു ഇൻഡിക്കേറ്റർ ആണ്, അതായത് ഒരു എക്കോളജിക്കൽ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് കോറൽസ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കോറൽസിനെ പറ്റിയാണ്. സോ അതിലെ ഫസ്റ്റ് വൺ ആണ് ഫ്രിഞ്ചിങ് റീഫ്. അതായത് ഒരു ഷോറിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമ്മൾ കോറൽസിനെ കാണുന്നതാണ് ഫ്രിഞ്ചിങ് റീഫ് എന്ന് പറയുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ബാരിയർ റീഫ്. ഈ ബാരിയർ റീഫ് എന്ന് പറയുമ്പോൾ ഷോറിനോട് ഒരു ലഗൂൺ കാണും. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബാരിയർ പോലെ നിൽക്കുന്നതാണ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്രേറ്റ് ബാരിയർ റീഫ്, ഓസ്ട്രേലിയയിലുള്ളത്. നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോറൽ റീഫാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്, അത് ഓസ്ട്രേലിയയിലുള്ളത്. പിന്നുള്ളത് അറ്റോളാണ്. നമ്മൾ എല്ലാവർക്കും അറിയാം ലക്ഷദ്വീപില് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള പവിഴപ്പുറ്റുകളാണ്. സോ ലക്ഷദ്വീപിൽ നമുക്ക് ഓർക്കുമ്പോൾ എങ്ങനെ കാണുന്നത് റിംഗ് ഷേപ്ഡ് ആയിട്ടുള്ള കടൽ ലഗൂൺസിന്റെ അപ്പുറത്താണ് നമ്മൾ കോറൽസിനെ കാണുന്നത്. സോ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അറ്റോളിന്റെ എക്സാമ്പിൾ ആണ് ലക്ഷദ്വീപിൽ കാണുന്ന കോറൽസ്. പിന്നെ ഇന്ത്യയിൽ വേറെ കാണുന്ന കോറൽ പാച്ചസുകളാണ് രത്നഗിരി, മാൽവൻ, നേത്രാവതി ഐലൻഡ്സിലൊക്കെ നമ്മൾ കോറൽസിനെ കാണുന്നുണ്ട്. സോ ഇതാണ് ഏതോ ടൈപ്പ് ഓഫ് കോറൽസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഫ്രിഞ്ചിങ് റീഫ് ഉണ്ട്, ബാരിയർ റീഫ് ഉണ്ട്, അറ്റോളും ഉണ്ട്. സോ ഇത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കോറൽസ് ഇമ്പോർട്ടന്റ് ആവുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഓഫ് ദി ഓഷൻ എന്ന് പറയുന്നത് കോറൽ റീഫ്സ് എന്നാണ്. അതായത് ഒരു എക്കോളജിക്കൽ ഇൻഹാബിറ്റാറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോറൽ റീഫ്സ്. അറൌണ്ട് 25% ഓഫ് മറൈൻ ഡൈവേഴ്സിറ്റി കോറൽസ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ കോറൽസ് എന്ന് പറയുന്ന ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്കറിയാം കോസ്റ്റൽ പ്രൊട്ടക്ഷൻ. നമ്മൾ നേരത്തെ ടൈറ്റിൽ കണ്ടിരുന്നു, അതായത് ചിലപ്പോൾ ഷോറിനോട് ചേർന്നാണ്, അല്ലെങ്കിൽ ഒരു ലഗൂണിന്റെ അപ്പുറത്താണ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ കോറൽസിനെ കാണുന്നു. സോ ഒരു കോസ്റ്റൽ പ്രൊട്ടക്ഷൻ, അതായത് കോസ്റ്റൽ ഇറോഷനും ഫ്ലഡിങ്ങിനും സ്റ്റോം കാരണമുള്ള ഡാമേജിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ടുള്ള ഒരു കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ ഈ കോറൽസിനെ കാണാറുണ്ട്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലൈവ്ലിഹുഡ്, ടൂറിസം അടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കോറൽസ് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോറൽ ബ്ലീച്ചിങ്ങിനെ പറ്റിയാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു കോറൽസ് എന്ന് പറയുന്നത് സൂസാന്തലയും പോളിപ്പും തമ്മിലുള്ള ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ ഫോം ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ്. സോ ഈ സൂസാന്തല വീക്കായി അല്ലെങ്കിൽ അതിന് എക്സ്പെൽ ആവുന്ന ഒരു സാഹചര്യത്തിലാണ് കോറൽ ബ്ലീച്ചിങ് നടക്കുന്നത്. സോ ഇതിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ക്ലൈമാറ്റിക് ചേഞ്ച് കാരണമാണ് ഈ സൂസാന്തലയുടെ എക്സ്പെൽഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് ഈ സൂസാന്തല പോളിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ആവുക ചെയ്യുന്നത്, അത് അവരിന്ന് മാറ്റുവാണ്. നേരത്തെ പറഞ്ഞ സൂസാന്തലയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. സൂസാന്തല ഫുഡ് കൊടുക്കാത്ത കാരണം പോളിപ്പ് കൂടുതൽ വൈറ്റ്, അതായത് പോളിപ്പിന് വേണ്ട കളേഴ്സ് സെക്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇത് ഗ്രാജുവലി വൈറ്റ് ആണ്. അതായത് കാൽഷ്യം കാർബണേറ്റിന്റെ കളറിലോട്ട് ഇത് മാറുകയാണ്. അതോടൊപ്പം തന്നെ സൂസാന്തല പോകുന്നതോടെ അതിന്റെ ഫുഡ് സോഴ്സ് നഷ്ടപ്പെടുകയും കോറൽസ് വളരെ വൾണറബിൾ ആൻഡ് വീക്കായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. ഇതിൽ കോറൽസ് ഒരിക്കലും ഡെഡ് ആയി പോവല്ല, അത് വല്ലാതെ വൾണറബിൾ ആയിട്ട് പോകുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് കോറൽ ബ്ലീച്ചിങ് വാർത്തകളിൽ. പക്ഷെ എപ്പോഴും നമ്മുടെ ഒരു അസംഷൻ ആണ് ഇത് കോറൽസ് ഡെഡ് ആയി പോകണം. പക്ഷെ ഡെഡ് ആയി പോവുകയല്ല, അത് വൾണറബിൾ സിറ്റുവേഷൻ, കാരണം അതിന് ഫുഡ് കിട്ടുന്നില്ല, സൂസാന്തല അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു. അതിന് കളർ ഇല്ലാത്തതുകൊണ്ട് അതൊരു വൈറ്റ് സ്ട്രക്ചർ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ കോറൽ ബ്ലീച്ചിങ് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ കോറൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കോറൽസ് എന്ന് പറയുന്നത് ഒരു എക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എക്കോളജിക്കൽ ഒരു ഇൻഡിക്കേറ്റർ ആണ്, എത്ര നന്നായിട്ടാണ് നമ്മുടെ വാട്ടർ ബോഡി ഒക്കെ നിൽക്കുന്നത് എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യമാണ്. സോ ഇതിന്റെ എന്തൊക്കെ ത്രെറ്റ് ആണ് ഉണ്ടാകുന്നത് നോക്കാം. സോ ഫസ്റ്റ് വൺ പൊല്യൂഷൻ. ആദ്യമേ നമ്മൾ പറഞ്ഞു ഒരു ക്ലീൻ അല്ലെങ്കിൽ ക്ലിയർ വാട്ടറിലാണ് കോറൽ ഫോർമേഷൻ നടക്കുന്നത്. സോ പൊല്യൂഷൻ കൂടിയ ഒരു വാട്ടറിലാണെങ്കിൽ ഒരിക്കലും കോറൽ റീഫ്സ് ഉണ്ടാകുന്നില്ല. സോ ഈ പൊല്യൂഷന്റെ മേജർ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്, നമുക്കറിയാം ഗ്രേറ്റ് ബാരിയർ
റീഫിന്റെ അടുത്തൊക്കെ ഇഷ്ടത്തിന് ഗാർബേജ് ഉണ്ട്. അപ്പൊ പ്ലാസ്റ്റിക് ഉണ്ട്, സീവേജ് ഡിസ്ചാർജ് ഉണ്ട്, ഓയിൽ സ്പിൽസ് ഉണ്ട്. ഈ വക പൊല്യൂഷൻ കാരണം നമുക്ക് വാട്ടറിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ കോറൽ ഫോർമേഷൻ അത് കാരണമാവാതിരിക്കുകയും ചെയ്യുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിഷിംഗ് ആണെങ്കിലും കോസ്റ്റൽ ഡെവലപ്മെന്റ് ആണെങ്കിലും അൺസസ്റ്റൈനബിൾ മൈനിങ് ആണെങ്കിലും അതോടൊപ്പം തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സ്, അതായത് ഫിഷിംഗ് നടത്തുന്നതും ഓവർ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫിഷിംഗ് നടത്തുന്നതും അതോടൊപ്പം തന്നെ കോസ്റ്റൽ ഡെവലപ്മെന്റ്, പല കാര്യത്തിലുള്ള കോസ്റ്റൽ ഡെവലപ്മെന്റ്, മൈനിങ്, ഈ വക കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കോറൽസ് നഷ്ടപ്പെടാം. പിന്നെ അതേപോലെയുള്ള തന്നെ ഒരു ഫാക്ടറാണ് ഇൻവേസീവ് സ്പീഷീസ് കോറൽ കടലിലോട്ട് വരികയും അതോടൊപ്പം തന്നെ ഡിസീസസ് വരികയും. ഈ രണ്ട് ഫാക്ടറും കൊണ്ട് കോറൽസിന് നമുക്ക് ത്രെട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. മേജർ കാര്യമായിട്ട് നോക്കുമ്പോൾ പൊല്യൂഷൻ ഒപ്പം തന്നെ ക്ലൈമറ്റ് ചേഞ്ച് അതോടൊപ്പം തന്നെ ഇൻവേസീവ് സ്പീഷീസുമായിട്ടുള്ള ഒരു അറ്റാക്ക് കൊണ്ടാണ് കോറൽ റീഫ്സിന് കൂടുതൽ ത്രെട്ട് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ കൺസർവേഷൻ നടത്താൻ. കാരണം നേരത്തെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കോറൽ റീഫ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് കോറൽസ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് എങ്ങനെയാണ് കൺസർവേഷൻ ചെയ്യുന്നത്? മറൈൻ പ്രൊട്ടക്ഷൻ ഏരിയ. അതായത് നമ്മൾ ത്രെഡ്സ് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ കേട്ടിരുന്നു ഹ്യൂമൻ ഇന്റർവെൻഷൻ കാരണം കൂടുതലായിട്ട് കോറൽസിന് അഫക്റ്റ് ആവുന്നു. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മറൈൻ പ്രൊട്ടക്ഷൻ ഏരിയ കൊണ്ടുവരിക. പൊല്യൂഷൻ കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓയിൽ പൊല്യൂഷൻ, പ്ലാസ്റ്റിക് പൊല്യൂഷൻ, സ്പില്ലേജ്, ഈ വക ഫാക്ടേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. പിന്നെ കോറൽ റിസ്റ്റോറേഷൻ പ്രോഗ്രാംസ്, അതായത് ബയോറോക്ക് ടെക്നോളജി, അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ കോറൽ പ്ലാന്റ് റീഫ്സ്. ഈ വക ടെക്നോളജീസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് കൺസർവേഷൻ മെഷേഴ്സ് കൊണ്ടുവരാം. പിന്നെ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലൈമാറ്റിക് ആക്ഷൻസ്. നമുക്കറിയാം കോറൽ ബ്ലീച്ചിങ്ങിന്റെ വൺ ഓഫ് ദ മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ക്ലൈമാറ്റിക് ചേഞ്ച് ആണ്. സ്റ്റെപ്സ് ടു റെഡ്യൂസ് ക്ലൈമാറ്റിക് ചേഞ്ച് വരുവാണെങ്കിൽ നമുക്ക് കോറൽ ബ്ലീച്ചിങ് അതോടൊപ്പം തന്നെ കോറൽസ് നമുക്ക് കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാൻമെയ്ഡ് മറൈൻ എക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ നടത്തുന്ന പോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിഷിംഗ് റെഗുലേഷൻസ് നടത്തുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കോറൽസിനെ ത്രെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മേജറായി നമ്മളിവിടെ നോക്കിയത് കോറൽസിനെ പറ്റിയാണ്. അതായത് എങ്ങനെയാണ് ഒരു കോറൽ റീഫ്സ് ഉണ്ടാവുന്നത്, അതോടൊപ്പം തന്നെ ഇതിന്റെ മേജർ ആയിട്ടുള്ള ടൈപ്സുകൾ, അതിന്റെ ഗ്രോത്ത് കണ്ടീഷൻ ഫാക്ടേഴ്സ്, ഒപ്പം തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, കോറൽ ബ്ലീച്ചിങ്, ഒപ്പം അതിന്റെ ത്രെഡ്സ് ആൻഡ് സ്റ്റെപ്സ് ആണ് നമ്മൾ സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് ആണ് നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് IAS.